സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തിരികെ വന്ന സാഗറാണെങ്കിൽ കൃഷിനെ തിരക്കുമ്പോൾ കൃഷി തിരികെ വീട്ടിൽ പോയെന്ന് പറയുന്നുണ്ട്. ആരോടെയും പറയാതെ കൃഷി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സാഗറിന് മനസ്സിലാകുന്നു. ദേവ്ജിയുടെ പ്ലാൻ പ്രകാരം അമ്മയും മകനെയും ഒന്നിപ്പിക്കാൻ പോയിട്ട് ഏറ്റവും അവസാനം അതിനേക്കാളും പ്രശ്നമായോ എന്നുള്ള ടെൻഷനിൽ സാഗറാണെങ്കിൽ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീ ആരോടെയും പറയാതെ പെട്ടെന്ന് തന്നെ പോയത്? ഞങ്ങൾ തിരികെ വന്നതിന് ശേഷം പോയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ തന്നെ നീ ഇനി തിരികെ ദേവ്ജിയുടെ വീട്ടിൽ പോകില്ല, ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്താ മോനെ കാര്യം? ആരോടെയും പറയാതെ പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, സത്യം പറ എന്ന് പറഞ്ഞ് കൃഷിനോട് ചോദിക്കുമ്പോൾ കൃഷി ആണെങ്കിൽ വിട്ടൊന്നും പറയുന്നില്ല. അത് മനസ്സിലാക്കിയ സാഗറാണെങ്കിൽ കൃഷ്ണനെ ആ നിമിഷം തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ സുജാതയോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും വളരെ ദേഷ്യത്തോടെ സുജാതയാണെങ്കിൽ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് എനിക്കൊരു മകനേ ഉള്ളൂ, അതെൻ്റെ ബലരാമനാ. അവൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ എന്ത് വേണമെങ്കിലും ആരെ വേദനിപ്പിക്കാനും ഞാൻ മടിക്കില്ല. അതിന് നിങ്ങളൊക്കെ ഇനി എന്ത് കുറ്റം പറഞ്ഞാലും ന്യായീകരണം പറഞ്ഞാലും എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് സുജിയാണെങ്കിൽ ദേഷ്യത്തോടെ പോകുന്നു. ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന കൃഷിനെ കണ്ട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്നു. മുമ്പൊക്കെ ആൻറ്റിയമ്മയായിരുന്നു സുജാതയുടെ ഈ റോൾ ചെയ്യുന്നത്. ആൻറ്റിയമ്മ ഭയങ്കര വെറുപ്പീരും, സുജാത ഏറ്റവും നല്ല സ്നേഹനിധിയായ ഒരു അമ്മയായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ തിരിഞ്ഞു. ആൻറ്റിയമ്മ പാവം സ്ത്രീയും സുജാത ഭയങ്കര ദുഷ്ടത്തിയായിട്ട് മാറുവാണ്. എന്നാൽ ആരാണ് ഈ സത്യം അറിയാൻ പാടില്ല എന്ന് സാഗറും അതുപോലെ ദേവ്ജിയൊക്കെ ആഗ്രഹിച്ചത് അവർ തന്നെ നേരിട്ട് വന്ന് സുജാതയുടെ വായാലെ സത്യങ്ങൾ കേട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അതായത്, നീ എൻ്റെ വയറ്റിൽ നിന്ന് ജനിച്ച മകനല്ലല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ നിനക്ക് എന്ത് ചെയ്യാനും ഒരു മടി കാണില്ല. അതുകൊണ്ട് സത്യം പറ, എൻ്റെ മകനെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്താ ചെയ്തേ, എങ്ങോട്ടേക്കാണ് അവനെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറയുന്ന ആ ഒറ്റ ചോദ്യത്തിൽ മാനസയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. കൃഷ് സാഗർ അങ്കിളിൻ്റെയും സുജാത ആൻറ്റിയുടെയും മകനല്ല എന്നുള്ള സത്യം. അറിഞ്ഞ സത്യം എന്തായാലും മാനസ അങ്ങനെ മനസ്സിൽ വെച്ചേക്കും തോന്നുന്നുണ്ടോ? നേരെ പോയി ജയമോഹനോടും വരുണിനെയും കണ്ട് പറയുന്നു, അവരുടെ കുടുംബത്തെ തകർക്കാനുള്ള വലിയൊരു ബോംബ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ബോംബ് കഴുത്തിൽ ചുറ്റി മുറുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്ന സമയത്ത് വരുണിന് മാനസ പറയുന്ന ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ട് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. കൃഷി സാഗർ അങ്കിളിൻ്റെയും അതുപോലെ സുജാതയുടെയും മകനല്ല എന്നുള്ള സത്യം ആർക്കും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അടുത്തിടയ്ക്കല്ലേ ഈ പറയുന്ന സുജ പോലും സത്യം മനസ്സിലാക്കിയത്. തൊട്ടു പിന്നാലെ ശത്രുക്കളും മിത്രങ്ങളും എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞു. എന്തായാലും കൺമണിയും കൃഷിനെയും പറ്റിയാണോ എന്തോ നമ്മുടെ ഭക്തിയുള്ള അമ്മായി ഇരുന്ന് തത്വം പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നാണ് അമ്മ. സ്വന്തം മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഒരു മടിയും കാണിക്കാത്ത പ്രപഞ്ചശക്തി എന്നൊക്കെ പറഞ്ഞ് തത്വം പറയുന്ന ആ ഒരു സ്ഥാനത്ത് നമ്മുടെ കൃഷിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നാൾ അച്ഛന് അമ്മ എന്നൊക്കെയുള്ള സ്ഥാനം കൊടുത്ത് സ്വന്തം അച്ഛനും അമ്മയാണെന്ന് വിചാരിച്ച് വളർന്നു വന്ന ആ ഒരു കുട്ടി പെട്ടെന്ന് തൻ്റെ ആരുമല്ല ഇവരെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെ അമ്മ തന്നെ ഒരു ശത്രുവിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം. സ്വന്തം മക്കളോട് സ്നേഹം കാണിക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത്, പകരം എടുത്തു വളർത്തിയ മോനാന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷവും ഇത്രയും നാൾ കാണിച്ചതിൻ്റെ ഒരു അംശമെങ്കിലും സ്നേഹം സുജാതയ്ക്ക് കൃഷിനോടും കാണിക്കാം. കൃഷിനോട് കാണിക്കുന്ന ഇത് വല്ലാത്ത ക്രൂരതയാണ്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി സാഗർ സുജിയോട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത്? മാനസ ഈ സത്യം എങ്ങനെയായിരിക്കും കൃഷിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ പോകുന്നത്?